അമിത്ഷാജി, താങ്കൾ ഇന്ന് രാജ്യസഭയിൽ ഒരു പ്രസംഗം നടത്തി. കേരളത്തിലെ ഈ ഉരുൾപൊട്ടലിനെ കുറിച്ചും കേരള ഗവൺമെൻറ്റിന് കൊടുത്ത വാണിങ്ങിനെ കുറിച്ചുമൊക്കെ. ഞാൻ താങ്കളോട് ഒരു തർക്കത്തിനും വരുന്നില്ല. താങ്കൾ പറഞ്ഞ അതുപോലെ കേട്ടു. സന്തോഷം. കേരള ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കൊടുത്തിരുന്ന ആ വാണിംഗ് ചെവിക്കൊണ്ടില്ല, ലൈറ്റായിട്ട് എടുത്തു. അതുകൊണ്ട് ഇതുപോലൊരു വലിയ ഡിസാസ്റ്ററായി. ഓക്കെ, അങ്ങനെ തന്നെ നിൽക്കട്ടെ, ഒരു തർക്കത്തിനില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എങ്കിൽ പറയൂ, വരുന്ന 15 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ വരുന്ന ഒരു മാസത്തിനുള്ളിൽ കേരളത്തിലെ ഏതെല്ലാം പോയിന്റുകളിൽ, ഏതെല്ലാം സ്പോട്ടുകളിൽ ഉരുൾപൊട്ടാനുള്ള സാധ്യതയുണ്ട്? ഏതെല്ലാം സ്ഥലത്ത് നിന്ന് ആൾക്കാരെ മാറ്റി പാർപ്പിക്കണം? പറയൂ, ഇപ്പം പറയൂ. കഴിഞ്ഞത് കഴിഞ്ഞ് ഞാനന്ന് പറഞ്ഞായിരുന്നു എന്ന് പറയുന്നില്ല. ഇനി വരാൻ പോകുന്ന ഒരു മാസത്തെ കാര്യം താങ്കൾ അത് ഒരു എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ പബ്ലിഷ് ചെയ്യും, എല്ലാവരും കാണട്ടെ. എന്നിട്ട് നമുക്ക് നോക്കാം. താങ്കൾ പറയുന്ന പോലെ തന്നെ ചെയ്യാം. കേരള ഗവൺമെൻറ്റിനോട് ചെയ്യാനായിട്ട് ഇവിടുത്തെ ജനങ്ങളെല്ലാവരും കൂടി പറയുകയും ചെയ്യാം. അമിത്ഷാജി പറയുന്നത് അതുപോലെ ഞാൻ കേട്ടേക്കാം.